അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് താറാവുകളുണ്ട്. അവർക്കൊരു പടുതാക്കുളവും അവരുടെ ഒരു എന്താ പറയുക ഒരു ഏരിയ സെറ്റ് ചെയ്യലാണ്. അപ്പോൾ താറാവുകൾ ഇത് അവിടെ കിടന്ന് ഓടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്ഥലം വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഏരിയ വരുന്നത്. ഇവിടെ പടുതാക്കുളം കിട്ടണം, പിന്നെ വലയുണ്ട്, അവർക്കൊരു വീടും കിട്ടണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇതേ താറാവൂട്ടന്മാർ ഇതേ അവിടെ കിടന്ന് ഓടി കിടക്കാട്ടാ. അത് കാണിച്ചു തരേ. രണ്ടാൺ താറാവും 2 പെൺതാറാവാണ്. നമ്മുടെ വീട്ടിൽ വരാറുള്ള വേറൊരു അതിഥിയായിട്ടാണ് പോണത്. ആളൊന്നും ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വരാറ്. നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞിട്ട് കുഴികുത്തൽ ഈ ചാക്കുകൾ അത് കീറിയിട്ട് അതിൽ വിരിക്കണം. വേണ്ട ചാക്കുകൾ കൊണ്ടിട്ടുണ്ട്, അത് സെറ്റാക്കിയിട്ട് വേണം വിരിക്കാനായിട്ട്. പിന്നെ നമുക്ക് വല വിരിക്കാനായിട്ട് 4 സൈഡിലും ഇതുപോലെ മുളയുടെ കുറ്റികൾ അടിച്ചു കൊടുക്കാം. 1 2 3 4 5 6 7 8 കുറ്റി ഇങ്ങനെ അടിക്കാം. അത് കഴിഞ്ഞ് അതൊരു വാരി വെച്ച് കെട്ടാം. ഇത്രയുള്ള പരിപാടി. ഈ വള്ളിയുടെ പേരാട്ടാ സുത്തിരി വള്ളി. ഒരു വെറൈറ്റി പേരാട്ടാ. ഈ ഷീറ്റ് നമ്മളെ ടാപ്പാളയുടെ കമ്പനിയിൽ നിന്ന് നേരിട്ട് പോയി എടുത്താട്ടാ. ഇത് മൊത്തം 1100 രൂപ, 12-10 ലെങ്ത്.
അപ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഗസ്റ്റും കൂടി വന്നിട്ടുണ്ട് കേട്ടാ. ആള് നമ്മുടെ കൂട്ടുകാരനാണ്, ഇവിടെ എപ്പോഴും വരുന്ന ആളാണ്. ഇതേ കിടന്ന് കളിക്കുന്നുണ്ട് ഒരു ഉടുമ്പാശൻ. ആളിവിടെ എപ്പോഴും പുറകിൽ വന്ന് വേസ്റ്റ് ഭക്ഷണമൊക്കെ തിന്നണ ആളാണ്. ആളിപ്പോൾ ഇന്ന് ഇതിൽ അറിയാണ്ട് വന്ന് കുടുങ്ങി. ആൾക്കറിയില്ലല്ലോ പെടുന്ന്. ആൾ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക. അമ്പേ കടന്നു 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 നിക്കടവിടെ. അമ്പടാ എടാ പതുക്കെ പോടാ, എനിക്ക് ഈ ദേശത്തെ വഴി അറിയില്ലടാ. നിക്കടാ. ആളത് ഈ പറമ്പ് മൊത്തം കിടന്ന് ഓടിൻ്റെ അടക്കാട്ടാ. ഈ സൈഡിലും കൂടി മതിൽ വന്നപ്പോഴേ ആൾക്ക് പോവാൻ സ്ഥലമില്ലാണ്ടായി. ആള് ചാടിയാണ് വരാറ്. ഇപ്പോൾ ആൾക്ക് വഴി പെട്ടെന്ന് മറന്നു പോയി തോന്നുന്നുണ്ട്. ഓടിൻ്റെ അടക്ക ഓടി ഓടി ഞാനും വയ്യാണ്ടായി ആളും വയ്യാണ്ടായി. ഒന്ന് നിൽക്കോ, ഒന്ന് പോസ് തരുമോ? അതേ ആള് നിന്നുണ്ട്. ഹെയർ വലിക്കുന്നൊക്കെ ആള്. ആള് ഫാമിലി ആയിട്ട് തന്നെ ആയിട്ട് വരാറ്. ഇതിലും വലിയൊരാളും കൂടി ഉണ്ട് അപ്പുറത്ത്. പിന്നെ ചെറിയ ആൾക്കാർ വേറെ ഉണ്ട്. അപ്പോൾ റെസ്റ്റ് എടുത്ത് മതി, നമുക്കിനി തുടങ്ങാം. ഓട്ടം തുടങ്ങാം. ആ ദേ പോയി. ആളിത് കഴിഞ്ഞ് തന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് മതിൽ, ഇപ്പം നമ്മളില്ലെങ്കിൽ മതിലാടി ആൾ പതുക്കെ അപ്പുറത്തേക്ക് പൊക്കോളും. പതുക്കെ 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 കഴിഞ്ഞ് പോവാള്. ആൾക്കറിയാം നമ്മളൊന്നും ചെയ്യില്ല എന്ന്, എന്നാലൊരു പേടി. ആളുടെ വാലൊക്കെ നോക്കി, വാലും നഖങ്ങളും ഏകദേശം ഒരു 2.5 പോരാ 3-3.5 അടി നീളം ഉണ്ടാവും കേട്ടോ ആള് മൊത്തത്തിൽ. വാലിനാണ് ലെങ്ത്ത് കൂടുതൽ. ഇത്ര അടുത്ത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം മറ്റേ തീറ്റയൊക്കെ വേസ്റ്റൊക്കെ ഇടുമ്പോൾ ആൾ വന്ന് കഴിച്ച് പോകാറുണ്ടെങ്കിലും നമ്മൾ ഇത്ര അടുത്ത് വീഡിയോ എടുക്കാറില്ല ആളെ ഏറെ വലിക്കുന്നുണ്ട. ഈ ഉടുമ്പ് പിടിച്ച് കഴിഞ്ഞാൽ വിടില്ല എന്ന് പറയുന്നത്. ആളുടെ നഖങ്ങളുടെ ഒക്കെ ഒരു ഇത് കണ്ട. ഞാൻ അടുത്തേക്ക് വരുമ്പോൾ ആളിങ്ങനെ വാലുകൊണ്ട് അടിക്കണ്ട കേട്ടാ. സംഭവം ആള് പേടിച്ച് നിൽക്കാണ്. പക്ഷെ നമ്മളൊന്നും ചെയ്യില്ല എന്ന് പറയാം ആൾക്ക്. നമ്മൾ എല്ലാ ദിവസവും കാണുന്നതല്ലേ, ഉപദ്രവിക്കില്ല എന്ന് ആൾക്ക് നന്നായിട്ട് അറിയാം. ഇതിന് തൊട്ടപ്പുറത്ത് ഒരു ചെറിയ കാടുണ്ട്, അവിടെയാണ് ഇവരുടെ വാസസ്ഥലങ്ങൾ. അവിടെ കീരി ഉണ്ട്. കീരിയുടെ ഒരു വലിയ ഫാമിലി തന്നെ ഉണ്ട്. കാലത്തൊക്കെ എനിട്ടിരിക്കുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാം കീരി ഫാമിലി പോണത്. ഒരു 3-4 ചെറിയ ചെറിയ കീരിക്കുട്ടികളുണ്ടാവും. പിന്നെ ഉടുമ്പുണ്ട്. ഇതിനേക്കാളും വലിയൊരു ആളും കൂടി ഉണ്ട് കേട്ടോ. അതൊരു 1-1.5 വലിപ്പമുള്ള സാധനമാണ്. പിന്നെ ഇതിൻ്റെ ചെറുതുകളുണ്ട്. പിന്നെ കുളക്കോഴി, അതുപോലെ തന്നെ വേറെയും ഐറ്റംസൊക്കെ ഉണ്ട് അവിടെ. അവരൊക്കെ ഇടയ്ക്ക് വരും. ഇപ്പം മരങ്ങൾ വെട്ടിക്കാരനെ കിളികൾ കുറവാണ്. അല്ലെങ്കിൽ ചിലച്ചാട്ടി, തത്തമ്മ, കുറേ കിളികൾ ഇവിടെ വരാറുണ്ട്. ഫോണൊക്കെ ആൾ പതുക്കെ പതുക്കെ പോവാ. അപ്പോൾ ആള് അവസാനം അവിടെ പോയി അവിടെ കാട്ടിലിരിപ്പായി. അതാണ് ആൾ പോണ വഴി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആൾ പതുക്കെ അങ്ങോട്ട് എനിക്ക് പൊക്കോളും. ഞാനിവിടുന്ന് മാറിയാൽ മതി. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.